കുറച്ച് മുതിർന്നു ഞാൻ ബിസിനസ്സുകാരനാണെങ്കിലും എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആദിവാസി മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഞാറനീലി എന്ന് പറഞ്ഞൊരു ആദിവാസി മേഖലയുണ്ട്. അവിടെ ഡോക്ടേഴ്സിനെയും എല്ലാവരെയും കൊണ്ടുപോയിട്ട് എല്ലാ മാസവും വലിയ ബൃഹത്തായ ക്യാമ്പ് 6-8 ഡോക്ടർമാരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ബൃഹത്തായ ക്യാമ്പുകൾ നടത്തുക, ഹരിജൻ കോളനികൾ സന്ദർശിക്കുക, അവിടെ വേണ്ട കാര്യം. അങ്ങനെ ആ ഒരു ട്രെൻഡാണ് നമ്മൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വന്നത്. അങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊരു ഫോർമേഷൻ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കണം. സ്ട്രക്ചേർഡ് ആവണം. അങ്ങനെയാണ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അപ്പോൾ എൻ്റെ അങ്കിളാണ് ജസ്റ്റിസ് ചന്ദ്രശേഖര മേനോൻ. ചന്ദ്രശേഖര മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു ന്യായാധിപൻ എനിക്ക് തോന്നണില്ല കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ. ഒന്ന് ജയപ്രകാശ് നാരായണൻ്റെ ശിഷ്യനാണ് അദ്ദേഹം, സോഷ്യലിസ്റ്റാണ്. പിന്നെ ഏത് ജഡ്ജ്മെന്റ്